അങ്ങനെ എൻ്റെ വിനോദ് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട കണ്ട കുറേ ദിവസമായി പറയുന്നത് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കണം എന്ന്. എപ്പോഴും ഇവിടെ അച്ചാർ തീരാണ്ടുണ്ടാവേ. ഒന്ന് എന്തായിരുന്നു വിനോദ് ആ പുളീൻ്റെ പേര്? എരുമ്പം പുളി അച്ചാറ്, അല്ലെങ്കിൽ മാങ്ങ അച്ചാറ്, അമ്പഴങ്ങ അച്ചാറില്ല അല്ലിക്കല്ലേ. അമ്പഴങ്ങ അച്ചാറ് നമ്മളെപ്പോഴട്ടെ? ഞാൻ ഇട്ടില്ല. അപ്പൊ ഇങ്ങനെ അച്ചാറ് നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇവിടെ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ അച്ചാറില്ലേ, അച്ചാർ ഉണ്ട്, ചെറുനാരങ്ങൻ്റെ ഉണ്ട് ഇവിടെ കേട്ടോ. അല്ലെങ്കിൽ നിറച്ചും ഇങ്ങനെ അച്ചാറുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അച്ചാറും ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കഴിക്കാമല്ലോ. എന്നാലും അച്ചാറ് വേണം, അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ചാറില്ല. അപ്പോൾ വിനോദനെ ഇങ്ങനെ ബീട്രൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചു. എൻ്റെ ഇതേ വിനോദൻ തന്നെ ഉണ്ടാകട്ടെ. അച്ചാറിൻ്റെ മെയിൻ ആൾ വിനോദനാണ്. വിനോദനാണ് ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കും, പക്ഷേ വിനോദനാണ് ഇവിടുത്തെ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വിനോദന് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് കാണാം. ഇങ്ങോട്ട് വാ. തിരക്കില്ല. എന്ത് ചെയ്യുന്ന? ദോശ ഉണ്ടാക്കുക. എന്നാൽ നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാറുന്നില്ലേ? അപ്പം വേണ്ട, രാവിലെ കഴിച്ചപ്പോ ഉണ്ടാക്കി തന്നു. അപ്പം പറഞ്ഞിട്ട് തന്ന, പക്ഷെ അത് ഇഡലി ആയിപ്പോയി. പോള കൊരങ്ങ കഴിക്കാനായിട്ട് ഇഡലി പോലെ ഇരിക്കും. വെറുതെ അറിയട്ടെ. നമുക്കിവിടെ പുട്ടായിരുന്നു, പുട്ട്. അതിൻ്റെ തള്ളലായി കഴിക്കുന്ന. ഓണത്തിന്റെ പൂ വിടാനേട്ടാ, ബീട്രൂട്ട് പൂ. മുറ്റത്ത് വന്നിട്ടേ, മുറ്റത്തിലെ ഒരു കട്ടലിട്ടിട്ടുണ്ട്. അതിമേൽ വന്ന അരിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ കട്ടിലുമ്പോ എനിക്ക് ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഇരുന്നോ? അച്ചാർ മേക്കർ. മുളക് പൊടി. നമ്മൾ നല്ല നാടൻ നല്ല മുളക് പൊടി മേടിക്കുന്ന കേട്ടോ, നല്ല എരിവുള്ളത്. ഇത് ഇപ്പോഴത്തേക്ക് വേണ്ടിയല്ല കേട്ടോ, അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ പച്ചയിലാണ് ഇടുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മതി കേട്ടോ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു ഇല, ഇത്രയുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. പിന്നെ അച്ചാറിനെല്ലാം എത്ര ഉപ്പിടണമെന്നൊന്നും പറഞ്ഞു തരണ്ടല്ലോ. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇത് കേട്ടോ. ഇത് ഇപ്പോഴെടുക്കാനല്ല, ഇത് ഓണാവുമ്പോഴേക്കും സെറ്റാവും. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. കായപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ചൊവയും ടേസ്റ്റൊക്കെ അങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ വിനാഗിരി നമ്മൾ ഒഴിക്കുന്നത് നാടനാണ് കേട്ടോ. സാധാരണ ഇതായിട്ടുള്ള വിനാഗിരിയല്ല നമ്മൾ എടുക്കുന്നത്, നാടൻ വിനാഗിരിയാണ്. ഇതൊന്നുകൂടെ നല്ലതാണ് കേട്ടോ. ബീട്രൂട്ട് നമ്മൾ പച്ചക്ക് അല്ലാണ്ട് ഇടുന്നിട്ട് നല്ലോണം വഴറ്റിയിട്ടുണ്ടാക്കും കേട്ടോ. വഴറ്റിയിട്ടാണ് ശരിക്കും ഉണ്ടാക്കുക. പച്ചയിലുണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ അങ്ങനെ 1 മാസം 1.5 മാസമൊക്കെ ഇങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1-1.5 മാസം ഉണ്ടല്ലോ നമുക്ക് ഓണത്തിനായിട്ട്. ഇത് നല്ല പുളിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അങ്ങോട്ട് വേണ്ട കേട്ടോ. ഇച്ചിരി ഒഴിച്ചാൽ മതി. നല്ല വിനാഗിരിയാണ്. അതെ, സൂപ്പർ സാധനം. കണ്ട നല്ല കളറില്ലേ കാണുമ്പം തന്നെ? കണ്ട
നല്ലെണ്ണ ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. നല്ലോണം ചൂടായില്ലെങ്കിൽ പച്ച ചോദിക്കും, പച്ച ടേസ്റ്റ് ആയിരിക്കും, എണ്ണയുടെ പച്ച ടേസ്റ്റ് വരും. ആണ് ചൂടായിട്ടാ, ഇത് കണ്ട എണ്ണ ചൂടാക്കണണ്ട, കണ്ട പുക തന്നെ കണ്ട, പിന്നെ പുകയ്ക്കാൻ പാടില്ല. ഇത് ഇട്ട് വെച്ചിട്ട് ഒന്ന് ഇരിക്കണം കേട്ടോ, അപ്പോഴേ റെഡി ആവുള്ളൂ. ഈ സാധനം ഒന്ന് എടുത്തു വെക്കണം, ഒരു 2-3 ആഴ്ച ഇരിക്കണം. ഏകദേശം ഒരു 1.5 മാസം ഇരിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. 1.5 മാസം ഒന്നും വേണ്ട, 1 മാസം മതി. അപ്പോഴേ നല്ല ടേസ്റ്റ് വരുള്ളൂ അല്ലേ. ഇതിനാണെങ്കിൽ ഒരുപാട് പണിയില്ല. നമ്മൾ മറ്റേത് നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ എന്താ പറയുക, അടുപ്പത്ത് വെച്ച് എണ്ണയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടത് വേവുന്നേരെ. ഇതൊന്നുമില്ല, പച്ചലാകുമ്പോൾ പണിയൊക്കെ കുറവാണ്, പക്ഷെ കുറേ ദിവസം ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. കുറച്ച് ദിവസം ഇരിക്കണം, ഇരുന്നാലാണ് അതില് ഈ സാധനം ആണല്ലേ. അപ്പൊ പച്ച ടേസ്റ്റ് മാറും. ഇതിപ്പോ വെള്ളം പോലെയുള്ളതല്ലേ ഇതിനോട്ടാ, കൊടുക്കും. എൻ്റെ ടൈറ്റായി നല്ല ഇതാവും അല്ലേ. ഇത് ഞങ്ങൾ എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഓണത്തിന് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാ, വേറെ ഒന്നും ചെയ്യാനില്ല, റെഡിയായി അല്ലേ. ഇതാ സെറ്റായിട്ടുണ്ട്, ഇനിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇതൊരു കുപ്പി പാത്രത്തിൽ നമ്മൾ മാറ്റി വെക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വെക്കാം.